മോളെ വാലൂർക്ക് എന്തായിരുന്നു അത്? ഞാൻ ഉറങ്ങിയായിരുന്നു. നുണ പറയരുത്. എന്തായിരുന്നു അത്? ആരാണ് അകത്തുള്ളത്? ഇവിടെ ആരും, ഞാൻ ഉറങ്ങിയായിരുന്നു. സത്യം പറഞ്ഞു, ആരായിരുന്നു അകത്ത്? അച്ഛ ഇത് എന്താ ഇവിടെ പുറത്ത് പുറത്ത് ആണോ? നീടെ ഒളിച്ചിക്കണല്ലേ? നീ നീ ഫോൺ ഇടും. നിന്റെ പേരെന്താ? അമ്പാടിയോ? നിന്റെ അച്ഛന്റെ ഫോൺ പറയാ. അച്ഛന്റെ ഫോൺ പറയാ. ഫോൺ എടുക്കാതെ അച്ഛനെ വിളിക്കണം. വിളിക്കണം. നീ ആരച്ച് വിളിക്കണം. നീ വിളിക്കണം. ആരച്ച് വിളിക്കണം. നീ വിളിക്കണ. നീ കൂടുതൽ വർത്താനം വിളിക്കണം. നീ വിളിക്കണം. നീ ആരാ? നീ വേഷം ഇട്ട് എടുത്തിടണം. നീ വിളിക്കണം. വിളിക്കണം. നിക്കണം. നീ നിക്കണ. നീ എവിടെ നിൽക്കണ? അടങ്ങി കിട്ടാ. ഹലോ, എന്താ സാറേ പ്രശ്നം? അമ്പാടിയുടെ അച്ഛനല്ലേ താൻ? അതെ. ഇവിടെ നിൽക്കി. എന്താടാ, എന്താ പ്രശ്നം? എന്താണ് സാറേ? എന്റെ മോളെ വിളിക്കി. ഞങ്ങൾ പെട്രോളിൽ നിൽക്കുന്ന സമയത്ത് ഈ നിൽക്കുന്ന പയ്യനെ ഞങ്ങൾ റോഡിൽ വെച്ച് പിടിച്ചു. അപ്പോൾ ഞങ്ങൾ എവിടേക്കാ പോയെന്ന് വെച്ചപ്പോൾ അവൻ പറഞ്ഞ മറുപടി, സാറേ എൻ്റെ ഒരു കൂട്ടുകാരനെ വീട്ടിൽ കൊണ്ടാക്കാൻ വേണ്ടി പോയതെന്നാണ് അവൻ പറഞ്ഞത്. ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ ഇവൻ ഇവിടുത്തെ വീട്ടിലെ പെൺകുട്ടിയുടെ മുറിയിൽ ഒളിഞ്ഞിരിക്കുകയായിരുന്നു. പക്ഷേ ഈ കാര്യം ഈ ഇരിക്കുന്ന അച്ഛനമ്മയും ഇത് അറിഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് പറഞ്ഞു മനസ്സിലായോ? എടാ, ഇപ്പൊ ഇവിടെ നിനക്ക് മനസ്സിലായില്ലേ? ഇവരെ വിഷമം നിനക്ക് മനസ്സിലായില്ലേ? നിങ്ങൾ രണ്ടുപേരോട് പറഞ്ഞേ, ഇനി ആ സമയത്ത് നിങ്ങൾ രണ്ടുപേരോട് കണ്ടുപോയാൽ രണ്ടിനും പിടിച്ചാൽ അകത്താക്കും. മനസ്സിലായോ നിനക്ക്? സാറേ, ഞാനിനി എന്താ ചെയ്യേണ്ടത്? ഞാൻ വളരെയധികം കഷ്ടപ്പെട്ടിട്ടാണ് ഇവനെ വളർത്തണത്. ഇവന് ആവശ്യമുള്ളത് എന്തും ഞാൻ മേടിച്ചു കൊടുക്കും സാറേ. അവന് ടൂറ് പോകണമെങ്കിൽ അതിനുള്ള കാശ് ഞാൻ കൊടുക്കും. ഇപ്പം അവനൊരു വണ്ടി വേണമെന്ന് പറഞ്ഞു. ഏറ്റവും വില കൂടിയ വണ്ടിയാണ് ഞാൻ അവന് മേടിച്ചു കൊടുത്തേക്കണം. ഇന്ന് വരെ എൻ്റെ കുടുംബത്തിന് ഞാനൊരു നാണക്കേട് ഉണ്ടാക്കിയിട്ടില്ല സാറേ. ഇപ്പോൾ നാണക്കേട് ഉണ്ടാവുന്നത് ഈ പാവത്തിനാണ് സാറേ. അതിനൊരു പെൺകുട്ടിയല്ലേ.